ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്നും 2.5 കിലോമീറ്റേഴ്സ് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിലും സ്ക്വയർ ഫീറ്റിലുമാണ് വീട് ചെയ്തിരിക്കുന്നത്. 5.23 സെന്റില് 2300 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇത് നിങ്ങൾ പരിചയപ്പെടുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. ഏകദേശം 150 മീറ്റർ നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്റേഴ്സും ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റേഴ്സും 11 കിലോമീറ്റർ ആണ്. ലുലു മാളിലേക്ക് 19 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 24 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. മെട്രോ സ്റ്റേഷൻ നമുക്ക് അടുത്ത് വരുന്നത് ആലുവയാണ്. 15 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷനും ആലുവ തന്നെയാണ് അടുത്തുള്ളത്. 14 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ മെയിൻ റോഡ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വില്ലയുടെ ഫ്രണ്ടിലൂടെ പോയിരിക്കുന്നത് ടാർ റോഡാണ്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. തൊട്ടടുത്തേക്ക് നിറയെ ആളുകൾ താമസമുള്ള ഒരു ഏരിയ കൂടിയാണ്. മതിൽ നോക്കുവാണെങ്കിലും GA പൈപ്പിന്റെ ഡിസൈനുകളും അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മെയിൻ പില്ലറുകളിലാണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ള ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഒരു സൈഡ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായ എലിവേഷനോട് കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പല കളേഴ്സിലുള്ള ടെക്സ്ചർ വർക്കുകളും ബ്രിക്ക് മോഡൽ വർക്കുകളും ഭംഗിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെയിന്റിങ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നിട്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അതിനു മുമ്പ് വീടിന്റെ ആ ഒരു ഔട്ടർ പോർഷൻ ഒക്കെ നിങ്ങൾ കണ്ടപ്പോൾ ലൈറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ കടന്നു വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കാണ്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ ഇതേപോലെ സ്റ്റോൺസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കാണ്. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പില്ലർ വന്നിട്ടും ഭംഗിയായ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് വരുന്നത്. നമുക്ക് ഒന്നാമത്തെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. രണ്ടാമത്തെ കാർ ഈ ഒരു ഭാഗത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ 3 എണ്ണം വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ കാർ പാർക്കിങ്ങിന്റെ ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നേരെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കാം. അവിടെയൊക്കെ ആണെങ്കിൽ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചണിന്റെ ഒക്കെ ഒരു ബാക്ക് സൈഡിൽ നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് ഇവിടെ കിണറാണുള്ളത്. കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ബാക്ക് സൈഡ് കഴിഞ്ഞ് നമ്മളിനി വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുവാണെങ്കിലുള്ള റൈറ്റ് സൈഡിലൂടെയാണ് തിരിച്ചു പോകുന്നത്. വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം നിങ്ങൾ കണ്ടു. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. നല്ല നീളത്തിലും വീതിയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഒരു 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ട് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ തടിയിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് അകത്തുള്ള ഡോറുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലി, മഹാഗണി, സ്കിൻ ഡോർ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 10.5 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. എയർ സർക്കുലേഷൻ ആയിട്ട് ഈ ഭാഗത്താണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഏത് വോളിൽ വേണമെങ്കിലും നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ലിവിംഗിൽ നിന്നും ചെറിയൊരു പാസേജ് പോലെ നമുക്ക് ഈ കാണാം. ആ ഒരു എൻട്രൻസ് നോക്കിയാൽ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഭംഗിയായിട്ട് 3 ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസേജിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്.
ആ ഭാഗത്ത് സ്ട്രെയിറ്റ് കാണുന്ന വോളിലും ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്താണെങ്കിലും ചെറിയൊരു വർക്ക് കൊടുത്തിട്ട് LED ബൾബുകളും എയർ ഹോൾസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് എൻട്രൻസ് നോക്കിയാലും ഭംഗിയായിട്ടുള്ള മൾട്ടിവുഡിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ചെറിയ ഷെൽഫ് ഫെസിലിറ്റികൾ, ഓപ്പൺ ഷെൽഫ് ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഓപ്പൺ ഷെൽഫുകളുടെ ഇടയിലും മുകളിലും ഒക്കെ ആയിട്ട് ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഹാളിലാണ്. വലിയൊരു ഡൈനിങ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏകദേശം 10 പേരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 14 അടി നീളവും 13 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെ നിന്ന് തന്നെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി പോകുന്ന വഴികളെല്ലാം തന്നെ ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ അവിടെയും കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. ഇൻവെർട്ടർ വെക്കാനൊക്കെ നമുക്ക് ആ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഫിനോലക്സും ഗോൾഡ് മെഡലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വിൻഡോസ് കണ്ടു. ബാക്കിയുള്ള വിൻഡോസ് നോക്കുവാണെങ്കിൽ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഒരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. അതിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. അതിന്റെ താഴെയുള്ള ഭാഗത്തൊക്കെ ആണെങ്കിലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ടോട്ടലി നല്ല ഭംഗിയായിട്ട് മുകളിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡൈനിങ് ഹാൾ ഇവിടെയാണ്, വാഷ് ഏരിയ ഇവിടെയാണ്. അതിനടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് ഗ്ലാസ്സിലും ഹാഫ് വുഡിലും നല്ല ഡിസൈനോട് കൂടിയ ഒരു ഡോറാണ് കിച്ചണും കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഒരു സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ സ്ട്രൈറ്റ് 3 വിൻഡോസും സൈഡിൽ വേറെ 2 വിൻഡോസും ആണ് നമുക്ക് കിട്ടുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയയിലൊക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. മുകളിലെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് വുഡൻ കളറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇത് തുറന്നാൽ നേരെ പുറത്തേക്കാണ്. സറൗണ്ടിങ് ഏരിയാസ് എല്ലാം നമ്മൾ കണ്ടതാണ്. ഡോർ തുറന്നാൽ നമുക്ക് അവിടെ വേക്കന്റ് സ്പേസ് ആണ്. വേണമെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ വീട്ടിൽ ടോട്ടൽ 4 ബെഡ്റൂമുകൾ ഉള്ളതിൽ 2 എണ്ണം നമുക്ക് താഴെയാണ് കിട്ടുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തെ ബെഡ്റൂം തന്നെ ആദ്യം നോക്കാം. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനകത്തേക്ക് വരുമ്പോൾ സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 9.5 അടി വീതിയുമാണ് വരുന്നത്. ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ്. മിഡിലായിട്ട് നമുക്കൊരു മിറർ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഇതേപോലെ ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ആൻഡ് ഒരു ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ കുറച്ച് ഡെപ്തിലായതുകൊണ്ട് വെള്ളമൊന്നും പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസുകളെല്ലാം സെയിം തന്നെയാണ്. ഇവിടെയും 13.5 അടി നീളവും 9.5 അടി വീതിയുമാണ് നമുക്ക് കിട്ടുന്നത്. സ്ട്രെയിറ്റ് 2 സിംഗിൾ വിൻഡോസും റൈറ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള 3 വിൻഡോസുമാണ് നമുക്ക് കിട്ടുന്നത്. വാർഡ്രോബുകളെല്ലാം ഈ ഭാഗത്ത് അതേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട 2 ബാത്റൂം നോക്കുവാണെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടാണ്. നമുക്ക് പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. സ്റ്റെപ്പ് കയറി നേരെ വന്ന് നിൽക്കുമ്പോൾ വലിയൊരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. നേരെ നോക്കുമ്പോൾ വോളിൽ നിങ്ങൾക്ക് കാണാം, അവിടെയായിട്ടാണ് TV വെക്കാനുള്ള പ്ലഗ് പോയിന്റും അതുപോലെ കേബിൾ വരാനുള്ള ലൈൻസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഈ ഒരു ഹാളിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്ന സമയത്ത് അവിടെ നമുക്ക് വെന്റിലേഷൻ ആയിട്ട് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ ഫസ്റ്റ് ഡോർ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്.
ബാൽക്കണി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കോൺക്രീറ്റ് ആയിട്ട് തന്നെയാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഹാഫ് പോർഷനോളം കവർ ചെയ്തിട്ടുണ്ട് റൂഫ്. ബാക്കിയുള്ളത് ഓപ്പൺ ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ തൊട്ടടുത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും കോമൺ ആയിട്ടുള്ള സൈസിൽ തന്നെയാണ് 13.5 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. വാർഡ്രോബ്സ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ഇതിന്റെ മുകളിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിന് സിമ്പിൾ ആയിട്ടാണെങ്കിൽ പോലുമുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി ഈ ഒരു പോർഷനിലായിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിറയെ ഡ്രോസ് ഉണ്ട്, മിററും എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഈ സെറയുടെ തന്നെയാണ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഓഫ് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് നമുക്ക് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിനും സെയിം സൈസ് തന്നെയാണ്. 13.5 അടി നീളവും 9.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സെയിം വർക്കുകൾ, സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ടുള്ള വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിലെ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ, ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ട 4 ബാത്റൂമുകളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. വലിയൊരു ഓപ്പൺ സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്താണ്. വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെയിൻ റോഡിനോട്, അതായത് ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ്. ഏകദേശം 150 മീറ്റേഴ്സ് മാത്രമാണ് മെയിൻ റോഡിലേക്കുള്ള ദൂരം വരുന്നത്. കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് വെറും 2.5 കിലോമീറ്റേഴ്സ് ആണ് ദൂരം വരുന്നത്. നമുക്ക് ഒരുപാട് സ്കൂളുകളൊക്കെ ഇവിടുത്തെ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ല നല്ല ഹോസ്പിറ്റലുകളുണ്ട്. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആണെങ്കിലും ആരാധനാലയങ്ങളൊക്കെ നമുക്ക് അടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ലൊക്കേഷനാണ്, നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്, റോഡിന് വളരെ അടുത്താണ്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5.23 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. 5.23 സെന്റ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നമുക്ക് ചെറിയ കാറുകളാണെങ്കിൽ 3 എണ്ണവും, വലുതാണെങ്കിൽ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. സാമാൻ ക്വയറ്റായിട്ട് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 85 lakhs ആണ്. 85 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഇതിന് ലോൺ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിലും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും തീർച്ചയായിട്ടും അതും മാർബിൾ ഹോംസ് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.